ദൈവം അവർക്ക് തുണയുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്യുന്നത്. സിനിമാ രംഗത്തെ കുറിച്ച് എനിക്ക് ഉള്ള പരിചയം അത്രയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ സിനിമയുടെ ഒരു കടുത്ത ഫാനോ സിനിമകൾ അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന സ്വഭാവവും ഇല്ലാത്തതുകൊണ്ട് സിനിമയെ അതേസമയം സിനിമയുടെ അസാധാരണമായ ജനസ്വാധീനം, നമ്മൾ യുവജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ, അത് സിനിമയിൽ നിന്ന് അവർ കടമെടുക്കുക. മെയിൻലി ഒരു നല്ല തീം അല്ലെങ്കിൽ ഒരു നല്ല പ്രമേയത്തോടു കൂടിയാണ് ഇതിന്റെ ഡയറക്ടർ എൻ്റെ കഥ പറയുന്നത്. അപ്പൊ ഒരു ഫീൽ ഗുഡ് ഫിലിം, അതിന്റെ പേര് തന്നെ സ്വർഗം എന്നാണ്. സോ എല്ലാ പ്രേക്ഷകർക്കും ഇത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമ ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്ന PSC അവാർഡിന് ഞാൻ തമ്മിലൊരു വലിയ റിലേഷൻ ഉണ്ട്. കാരണം എൻ്റെ സിനിമ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്. കൈരളിയിലെ സ്റ്റാർ വാർസ് അതിൻ്റെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് ക്യാമ്പും. ഇവിടെ നിന്നാണ് VK പ്രകാശ് എന്ന് പറയുന്ന സംവിധായകൻ ആദ്യ സിനിമയിലേക്ക് ഞാൻ വരുന്നത്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇതായിരുന്നു സ്ഥലം എന്നുള്ളത് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുവും കാര്യമൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത്തിരി സന്തോഷം. ഓൾ ദ ബെസ്റ്റ് എല്ലാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, ഡിസൈനിക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും. എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈവരിയാവാം. എല്ലാവരും ചേർന്ന് അടുത്ത തിരികെയാണ്. സ്വന്തം നമ്മുടെ പേരൊക്കെ വളരെ ഏറ്റവും ലാസ്റ്റ് ഒന്നാണ്. പാലായിലും പ്രദേശങ്ങളിലൊക്കെ ഇത് 11 ടെക്നീഷ്യന്മാർ ഞാൻ ഇന്ന് ഇവിടെ വരാത്ത ചേട്ടനുണ്ട്. എൻ്റെ ക്യാമറമാനായിട്ട് തമിഴിൽ നിന്നുള്ള ശരവണൻ സാറാണ്, സീനിയർ ക്യാമറമാനാണ്. പിന്നെ എഡിറ്റർ ഗവൺമെൻറ് മ്യൂസിക് മോഹൻ സിദ്ധാർത്ഥ സാറ്, ചേച്ചിയും ജിൻഡുവും ചേർന്നിട്ട് രണ്ട് പാട്ടുകൾ ചെയ്യുന്നു. 6 ചെയ്യുന്നത് ജിജിബാൽ സാറാണ്. പിന്നെ മേക്കപ്പ് സത്യനന്ദികാട് സാറിനോടൊക്കെ സ്ഥിരമുള്ള പാണ്ഡ്യൻ ചേട്ടൻ. എൻ്റെ വൈഫാണ് റോസ് റെഡീസ് കോസ്റ്റ്യൂം ചെയ്യുന്നത്. തിരക്കഥ സംഭാഷണവും ഞാനും റോസും ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആർട്ടിസ്റ്റുകൾ അജു വർഗീസ്, അനന്യ, ജോണിയാൻ ചേട്ടൻ, മഞ്ജുപിള്ള, പ്രസാദ് കനൻ ചേച്ചി, പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുറേയധികം ആർട്ടിസ്റ്റുകളുണ്ട്. അഭിറാം രാധാകൃഷ്ണൻ, രഞ്ജി കമ്പൻ, ഉണ്ണി രാജ, കുറേയധികം ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഒരു നായകനെയും നായികയും 17-20 വയസ്സുള്ള രണ്ടുപേരെ ഞങ്ങൾ റിലീസ് ചെയ്തത്. സൂര്യ എന്നാണ് ഇതിൻ്റെ നായകൻ്റെ പേര്. സൂര്യ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈവരിയാവാം.